ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ DB യാന്ത്രിക് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന് വരെയായിരുന്നു, അതായത് 25/6/2025 വരെയായിരുന്നു. എന്നാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ 29/6/2025 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതുവരെയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ് നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. മിനിമം 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 യോഗ്യത ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ DB റിക്രൂട്ട്മെൻറ്റ്. യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം നാവിക് GD പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 520 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 203 വേക്കൻസി, EWSന് 51 വേക്കൻസി, OBCക്ക് 136 വേക്കൻസി, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 86 വേക്കൻസി, ഷെഡ്യൂൾഡ് ട്രൈബലിന് 44 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 520 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 21,700 രൂപ മുതലാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 1 ഓഗസ്റ്റ് 2004 1 ഓഗസ്റ്റ് 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ മാത്സും ഫിസിക്സും പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 50 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 20 വേക്കൻസി, EWSന് 5 വേക്കൻസി, OBCക്ക് 16 വേക്കൻസി, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 8 വേക്കൻസി, ഷെഡ്യൂൾഡ് ട്രൈബലിന് 1 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 50 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, 21,700 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ഓഗസ്റ്റ് 2004 1 ഓഗസ്റ്റ് 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത യാന്ത്രിക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ യാന്ത്രിക് പോസ്റ്റിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ ബ്രാഞ്ച്, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്, ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് തുടങ്ങിയ 3 ബ്രാഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട്. വേക്കൻസിയും സെപ്പറേറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യാന്ത്രിക് മെക്കാനിക്കലിലേക്ക് 30 വേക്കൻസി, യാന്ത്രിക് ഇലക്ട്രിക്കിലേക്ക് 11 വേക്കൻസി, യാന്ത്രിക് ഇലക്ട്രോണിക്സിലേക്ക് 19 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ ബ്രാഞ്ച് വൈസ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 29,200 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി. ഇനിയടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 മെയ് 2002 30 ഏപ്രിൽ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷനിൽ 3 അല്ലെങ്കിൽ 4 വർഷത്തെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ചിട്ടുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷനിൽ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ചിട്ടുള്ള ഡിപ്ലോമ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ്, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന്, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ.
ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് മിനിമം 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ അനുപാതത്തിലായിരിക്കേണ്ടതാണ്. കൂടാതെ 5 സെൻറ്റിമീറ്റർ നിർബന്ധമായിട്ടും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ്. ഹിയറിംഗ് നോർമൽ ആയിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 7 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് 20 സ്ക്വാട്ട്സ് ആണ്. അതിനുശേഷം 10 പുഷപ്സ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്.